എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചാവക്കാടാണ്. ചാവക്കാടുള്ള താജൂസ് ഫ്ലവർ മിൽസിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ താജൂസ് ഫ്ലവർ മിൽസിന്റെ നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് ഷെരീഫിനെ സ്വാഗതം ചെയ്യാം. നമ്മുടെ മില്ല് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? നമ്മുടെ മില്ല് തുടങ്ങിയിട്ട് ഒരു 14 വർഷമായിട്ടുണ്ട്. 14 വർഷമായി. അപ്പൊ ഇപ്പൊ ഇതുവരെയുള്ള എങ്ങനെയുണ്ട് നമ്മുടെ മിഷനറി കാര്യങ്ങളൊക്കെ സൂപ്പർ മെഷീൻ, ഒരു കംപ്ലൈന്റും ഇല്ല. നമ്മളിപ്പോ അതൊരു എനിക്ക് ഒരു 16 വർഷം ആയിട്ടുണ്ടായിരിക്കും തുടങ്ങിയിട്ട്. 5 പൈസ ഈ മില്ലിനായിട്ട് അതെ മുടക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇതിന് മുന്നുള്ളവരും മില്ലിന് കംപ്ലൈന്റ് ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുമില്ല. നമ്മളെന്താ നടത്താൻ കൊടുത്തിരുന്നതാണ്, വേറെ ടീമിന് കൊറോണപ്പോ ഗൾഫിൽ പോവാം. അപ്പൊ ഞാന് ഇങ്ങനെ പലരും പറയുന്നത് കേട്ടപ്പോ ഞാനൊരു റോസ്റ്റർ വാങ്ങിച്ചു, ഇലക്ട്രിക്കലിന്റെ റോസ്റ്റർ. അത് വാങ്ങിച്ചപ്പോ എന്താ പറയാ, ഇപ്പൊ കുഴപ്പമില്ലാതെ പോയിട്ട് അടിപൊളി, കുഴപ്പമില്ല, നല്ല ലാഭമാണ്. ഗ്യാസ് എടുക്കുന്നത് വളരെ കുറവാണ്. ഗ്യാസ് 1.5 ഗ്യാസ് എടുത്തിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ആഴ്ചയിൽ ഒരു ദിവസം ഗ്യാസ് എടുക്കുന്നത്. എത്ര കുറ്റി വരെ നമുക്ക് ഒരു മാസം അതിന് ചെലവുണ്ടായിരുന്നു ഗ്യാസ്? നമുക്ക് ഗ്യാസ് ഒരു മാസം ഒരു സിലിണ്ടർ ഒരു മെഷീനിക്ക് തന്നെ നമ്മൾ ഗ്യാസ് ഒരു മാസം 4 എടുത്തിരുന്നു. 4 കുറ്റിയൊക്കെ എടുത്തിരുന്നു. ഇപ്പൊ നമ്മള് ഒരെണ്ണയൊക്കെ എടുക്കുന്നുള്ളൂ. ഭയങ്കര വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ അതൊരു ലാഭമായിട്ട് തോന്നണം, നല്ലൊരു ലാഭമായിട്ട് എനിക്ക് തോന്നണം. ഇപ്പൊ ഇവിടെ മുറിയാടൽ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലെ ഉള്ളതാണ്. എന്തായാലും മുറിഞ്ഞിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ജാറ്റയുടെ മെഷീൻ എന്ന് വെച്ചാല് ഞാനിപ്പോ 2 മില്ലില് ജാറ്റയുടെ മെഷീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 2 മില്ലില് ജാറ്റയുടെ മെഷീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കംപ്ലൈന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ തന്നെ ഇത് 10-20 വർഷം മുമ്പ് മില്ലാണ്. ഞാൻ അവിടെ 4 വർഷമായിട്ടുള്ളൂ. 20 കൊല്ലമായിട്ടുള്ള ഈ മില്ലേ. അവിടെ 4 വർഷമായിട്ടുള്ളൂ. അതുവരെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവ എടുത്തിട്ടുണ്ട് മില്ലേ, അവനക്കൊരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. അവനും ഒരു 10-15 വർഷമായിട്ടുണ്ട്. അവിടെ ഒരു കംപ്ലൈന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ജയജന മെഷീൻ ഇതുവരെ കംപ്ലൈന്റ് ഞങ്ങൾ കണ്ടിട്ടില്ല. സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, സർവീസ് ഒക്കെ നല്ല നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വരും, സർവീസിന് വരും. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വരും. പക്ഷെ ഇതുവരെ അവർക്ക് വരേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ നമ്മുടെ റോസ്റ്റർ എങ്ങനെയുണ്ട്? ഇലക്ട്രിക് റോസ്റ്റർ നല്ല ലാഭമാണ്, ഗ്യാസിനായിട്ട് ലാഭമാണ്. ഗ്യാസിന് ഒരു 4-4.5 രൂപ വരണമെങ്കിൽ ഇതിനൊരു 2-2.5 രൂപ മാക്സിമം വരും. മാക്സിമം 2 രൂപ, അതിനപ്പുറത്തേക്ക് പോകില്ല. കറണ്ട് അതന്നെ പറഞ്ഞത്. 1 കിലോ വറക്കാൻ ഗ്യാസിന്റെ ആണെങ്കിൽ 4-4.5 രൂപ വേണം 1 കിലോ വറക്കണമെന്നുണ്ടെങ്കിൽ. ഇതിനാണെങ്കിൽ 2 രൂപ മതി. അങ്ങനെയുള്ള നല്ല വ്യത്യാസമുണ്ട്. പകുതി ലാഭമുണ്ട് കറണ്ടിനെക്കാട്ടി, ഗ്യാസിനെക്കാട്ടി പകുതി ലാഭം. ഇതുമേ നമുക്ക് ധൈര്യമായിട്ട് തൊടാം. ഒരു ഒട്ടും ചൂടില്ല. ഇതേപോലെ തൊടാൻ പറ്റും, തീരെ ചൂടില്ല. ആ സമയത്ത് അതുപോലെ അങ്ങനെയല്ല, നമുക്ക് തൊടാൻ പറ്റില്ല. എന്റെ കൈയൊക്കെ ഒരു പ്രാവശ്യം പൊള്ളിയിട്ടുണ്ട് ചൂടായിട്ട്. തൊടാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. ചൂടുണ്ട്, നമുക്ക് തൊടാൻ പറ്റില്ല. പക്ഷെ അതുപോലെ അങ്ങനെയല്ല, ഇലക്ട്രിക്കിനെ അങ്ങനെയല്ല. വരുമ്പോ എങ്ങനെ വേണം വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, എത്ര വേണം ചൂട് വെക്കാം, കൈ വെക്കാം. പക്ഷെ അതുപോലെ അത് ഗ്യാസിന്റെ അങ്ങനെയല്ല പോലെ നമുക്ക് അതുപോലെ തൊടാൻ പറ്റില്ല. അതുപോലെ പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ ഒരു മൾട്ടിമില്ലാണ്. മൾട്ടിമില്ല് ഒരെണ്ണം ഡബിൾ ഹെഡും അതുപോലെ തന്നെ ഒരെണ്ണം സിംഗിൾ ഹെഡും പിന്നെ നമ്മുടെ ഒരു സിംഗിൾ മിൽ പൾവറൈസറും ഉണ്ട്. ഡബിൾ ഹെഡിൽ ഇപ്പൊ നമ്മളിപ്പോ മല്ലി മാത്രം പൊടിക്കണേന്ന് തോന്നുന്നു. മല്ലിയും മുളകും മഞ്ഞള് നമ്മൾ ഒറ്റ ഒരു ഇതിലും ഡബിൾ ചേമ്പറിലും. ഇതില് നമ്മള് സിംഗിൾ ചേമ്പറിൽ നമ്മള് ഗോതമ്പ്, ചെറുപയർ, പുല്ല്, ധാന്യങ്ങള് ഇതില് നമ്മള് അരി മാത്രം വേറെ ഒന്നും പൊടിക്കില്ല. അരി മാത്രം ഏറ്റവും പഴയ മെഷീന്. അതെ അതെ അതെ. ഇതിപ്പോ എത്ര കൊല്ലായിണ്ടോ? 20 കൊല്ലായിട്ടുണ്ടാവും. 20 കൊല്ലായിട്ടുണ്ടാവും. ഇത് ഇപ്പം വർക്കിംഗ് കാര്യങ്ങളല്ലേ? വർക്കിംഗ് തിരക്ക് വന്നിട്ടുണ്ട്. ഒരു കംപ്ലൈന്റ് വേഗം ഓടിച്ച് കാണിച്ചു തരാം. ഒന്ന് ഓടിച്ച് കാണിച്ചു തരും. നമ്മുടെ കമ്പനിക്കാര് തരുന്നുണ്ട്. സർവീസ് തരുന്നുണ്ട് നമ്മുടെ കമ്പനി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് വിളിച്ചാൽ അവരൊന്ന് സർവീസ് വന്നിട്ടില്ല. സർവീസ് കാര്യങ്ങൾ വന്നിട്ടില്ല. പിന്നെ വേറെ കാര്യം പറയാന്ന് വെച്ചാല്
ഗ്രീസ് മെഷീനായിട്ട് നല്ലത് ഓയിൽ മെഷീനാണ്. ഓയിൽ മെഷീൻ ഓയിൽ മെഷീൻ ആകുമ്പോ ഒരു പ്രശ്നവും വരില്ല. ഓയിലിന് നമുക്ക് കുഴപ്പം കാലാകാലം അവിടെ കിടന്നോളും. ഗ്രീസ് ആകുമ്പോ ഇടയ്ക്കിടെ ഗ്രീസ് മാറ്റണം, കംപ്ലൈന്റ് കൂടുതൽ വരും. ഇതിപ്പോ എത്ര വർഷമായി മെഷീൻ? ഞാൻ പറഞ്ഞില്ല 20 വർഷമായി മെഷീൻ. 20 വർഷമായ മെഷീനാണ്. ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇതൊക്കെ വെള്ളപ്പൊഴി കുറച്ച് വർക്ക് ചെയ്യണേക്കാൾ മുന്നേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഞാൻ വേറെ മില്ല് വർക്ക് ചെയ്യുന്നു, അവിടെ ഗ്രീസ് മെഷീൻ ആയിരുന്നു. അത് എന്നും കംപ്ലൈന്റ് ആയിരുന്നു. ഗ്രീസ് മാറ്റണം, അതായത് ബാരിങ് പോകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ആ മില്ലേര് ഇപ്പൊ ആ മെഷീൻ തന്നെ മാറ്റി. ആ മെഷീൻ അങ്ങനെ മാറ്റിയിട്ട് അവർ ജയജയുടെ ഓയിൽ മെഷീൻ വെച്ചു. ഓയിൽ മെഷീൻ വെച്ചു. ഓയിൽ മെഷീൻ വെച്ചതിന് ശേഷം ഒരു കംപ്ലൈന്റും ഇല്ല. അവര് അടിപൊളിയായിട്ട് പൊടിച്ചു പോകുന്നുണ്ട്. പാക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ പാക്കിങ് കൊടുക്കുന്നതെന്ന് വെച്ചാല് കടകൾക്കും നമ്മൾ സപ്ലൈ ചെയ്യണില്ല. ആളുകൾ ചോദിച്ചു വരും, നമ്മളെ പൊടികൾ ചോദിച്ചു വരാറുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നതിന്റെ പേരില് ആളുകൾ ചോദിച്ചു വരും. അപ്പൊ നമ്മള് ശരിക്കും ഇവിടെ ജോബ് വർക്കാണ് ചെയ്യുന്നത്. നമ്മള് ഹോം ഡെലിവറിയാണ്. വീടുകളിൽ പോയി എടുത്തു കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് തിരിച്ചു കൊണ്ടുകൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അതിന്റെ പേരിൽ കുഴപ്പമില്ലാത്തൊരു വർക്ക് ഉണ്ട്. വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ അതെ അതെ. ഡയറക്റ്റ് വീടുകളിൽ പോയി എടുക്കുകയാണ്. ആ വീടുകളിൽ പോയി എടുത്തിട്ട് കൊണ്ടുകൊടുക്കുന്നത് ഹോം ഡെലിവറി പോലെയാണ്. അതെ 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 അതെ.